മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ് സ്നേഹം. നമ്മളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സ്നേഹം മാത്രം മതി. പണ്ടൊരു യുവതി ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു സങ്കടം പറഞ്ഞു. അതായത് അവരുടെ ഹസ്ബൻഡ് എല്ലാം കൊണ്ടും നല്ല മനുഷ്യനാണ്, പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അമിതമായ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നു. 24 മണിക്കൂറും അദ്ദേഹം മദ്യത്തിലാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ആ അമിത മദ്യപാനം ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത തകർക്കുകയാണ്. അതിനൊരു പരിഹാരം തേടിയാണ് ഈ യുവതി ഗുരുവിനെ സമീപിച്ചത്. ഗുരു പറഞ്ഞു, വിഷമിക്കണ്ട, നിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്, ഞാൻ ഒരു മരുന്ന് ഉണ്ടാക്കിത്തരാം. പക്ഷേ ഒരു വെല്ലുവിളിയുണ്ട്. ആ മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി ജീവനുള്ള പുലിയുടെ മീശരോമം ആവശ്യമാണ്. അത് നീ കളക്ട് ചെയ്ത് കൊണ്ടുവരാമെങ്കിൽ ഞാൻ മരുന്നുണ്ടാക്കിത്തരാം. ആ മരുന്ന് അദ്ദേഹത്തിന് കൊടുത്താൽ മതി, പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മദ്യപാനം എന്ന് പറയുന്ന ആ ദുശീലം മാറിക്കിട്ടും എന്ന് ഗുരു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യുവതിക്ക് സന്തോഷവും തോന്നി, സങ്കടവും തോന്നി. സന്തോഷം തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഗുരു മരുന്നില്ലെന്നല്ലല്ലോ പറഞ്ഞത്, മരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് ഒരു ആശ്വാസം. പക്ഷേ ജീവനുള്ള പുലിയുടെ മീശരോമം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അത് നമുക്ക് സാധാരണഗതിയിൽ ലഭ്യമാവില്ല. അവരുടെ വീടിനടുത്ത് വനമുണ്ട്, അവിടെ ഒരു പുലിപ്പാറയുണ്ട്, അവിടെ ഒരു പുലി മടയുണ്ട്. അവർ ഈ പുലിയുടെ രോമം കിട്ടാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. വളരെ ദൂരെ നിന്ന്, ഒരു ഉച്ച സമയത്താണ് ചെല്ലുന്നത്, വളരെ ദൂരെ നിന്ന് പാറപ്പുറത്ത് വിശ്രമിക്കുന്ന പുലിയെ കണ്ടു. ഭയം കൊണ്ട് തിരിച്ചു പോന്നു. ആവശ്യം നമ്മുടേതാണല്ലോ. വീണ്ടും ശ്രമിച്ചു, പല ദിവസങ്ങളിലായിട്ട് ചെന്നു. പിന്നീട് അവർ ഈ പുലിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് പുലിക്കുള്ള ആഹാരവുമായിട്ട് പോകാൻ തുടങ്ങി. ചിക്കൻ, കോഴി ഒക്കെ, കോഴിയിറച്ചിയൊക്കെ ആയിട്ട് നേരെ പോയിട്ട് പുലിക്ക് ദൂരെ നിന്ന് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പുലിക്ക് പ്രതീക്ഷയായി. പുലി ഇവരെ കാത്തിരിക്കുന്ന അവസ്ഥയായി. അങ്ങനെ പുലിയുടെ അടുത്ത് പോയി അതിന് തീറ്റി കൊടുക്കുന്ന അവസ്ഥയിലേക്ക്, ആഹാരം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് ക്രമേണ സൗഹൃദത്തിലേക്ക് വഴിമാറി. ആ പുലിയുമായി അതിൻ്റെ ദേഹത്തൊക്കെ പിടിച്ച് ഓടിച്ചാടി നമ്മളൊരു പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ ആ പുലിയുടെ അടുത്ത് പെരുമാറാനും അതിനെ കളിപ്പിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു സൗഹൃദം ആ യുവതി വളർത്തിയെടുത്തു. അങ്ങനെ ലക്ഷ്യം സാധിച്ചു. പുലിയുടെ മീശരോമവുമായിട്ട് നമ്മുടെ ഗുരുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ പോലെ തന്നെ ജീവനുള്ള പുലിയുടെ രോമമാണ്, മീശരോമവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് മരുന്നുണ്ടാക്കി തരണം, എൻ്റെ ഹസ്ബൻഡിനെ ആ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഗുരു കഥകളൊക്കെ ചോദിച്ചു, എങ്ങനെയാണിത് നീ നേടിയത് എന്ന് ചോദിച്ചു. സംഭവങ്ങളെല്ലാം അവർ പറഞ്ഞു. അവസാനം ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കുഞ്ഞേ, പുലി എന്ന് പറയുന്നത് ഒരു വന്യമൃഗമാണ്. അതിന് മനുഷ്യരെ ഭയമാണ്. ഭയം കൊണ്ട് തന്നെ അത് നമ്മളെ ആക്രമിക്കും. പിന്നെ അത് മാംസഭുക്കാണ്. അതിൻ്റെ മെനുവിൽ പെടുന്നതാണ് മറ്റ് ജീവിവർഗങ്ങൾ. അപ്പോൾ ആ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് തന്നെ അത് നമ്മളെ ആക്രമിക്കേണ്ടതാണ്. ആ പുലിയുടെ ആ സ്വഭാവത്തെ നീ സ്നേഹം കൊണ്ട് കീഴടക്കി, നിൻ്റെ പെരുമാറ്റം കൊണ്ട് നീ കീഴടക്കി. ഈ പുലിയോട് കാണിച്ച ആ സ്നേഹം, ആ പുലിയെ നിൻ്റെ സുഹൃത്താക്കി മാറ്റിയെടുക്കാൻ എടുത്ത ആ പരിശ്രമം, അതിൻ്റെ ഒരു 100-ൽ1 അംശം നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാണിച്ചാൽ, കാരണം മദ്യപാനം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ജീവൽ പ്രക്രിയയുടെ ഭാഗമല്ല, ഒരു ദുശീലമാണ്, തെറ്റായിട്ട് വരുന്നൊരു ശീലമാണ്. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. സന്തോഷം തേടിയാണല്ലോ ലഹരി വസ്തുക്കളുടെ പുറകെ മനുഷ്യൻ പോകുന്നത്. ആ സന്തോഷവും സ്നേഹവും ആ മദ്യത്തിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നിന്നിലൂടെ കിട്ടിയാൽ തീർച്ചയായും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേ? നിനക്ക് അങ്ങനെ ഒന്ന് പരിശ്രമിച്ചുകൂടെ? നിനക്ക് ആ ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നീ അങ്ങനെ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ കഥയിലെ യുവതി പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഞാൻ ഈ ഒരു കഥ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൻ്റെ ഉദ്ദേശം, ഏറ്റവും ശക്തമായ നമ്മളുടെ ഈ വികാരം, നമ്മളുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് സ്നേഹം. പരസ്പരമുള്ള ദേഷ്യം, അതേപോലെ തന്നെ കുശുമ്പ്, മത്സരബുദ്ധി, ഇല്ലേ, അങ്ങനെ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന പല ചീത്ത വികാരങ്ങൾക്കും പല മാനസിക അവസ്ഥകൾക്കും ഉള്ള ശരിയായ പരിഹാരമാണ് സ്നേഹം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ വേണ്ടി കഴിയണം.
അതിന് ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നമ്മളുടെ കഴിവാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് കൂടുതൽ സ്നേഹം തിരിച്ചു കൊടുത്തുകൊണ്ട് വളരെ സുന്ദരമായൊരു ജീവിതം എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.